മഴക്കാലം തുടങ്ങിയത് എല്ലാവർക്കുമുള്ള പ്രശ്നമാണ് നമ്മുടെ കൃഷിമേലുള്ള പുഴുക്കളെയും ഒച്ചിനെയും തുരത്തണം എന്നുള്ള ആഗ്രഹം. നമ്മൾ ആറ്റുനോറ്റ് ഉണ്ടാക്കുന്ന നമ്മുടെ കൃഷി അവരങ്ങ് തിന്നും വന്നിട്ട്. പച്ചമുളകിൻ്റെ ഇലയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ കണ്ടില്ലേ? എൻ്റെ കറിവേപ്പില ബേക്ക് വശത്തുള്ളതാണേ ഇത്. അവിടെ ഞാൻ അങ്ങനെ ചെന്ന് നോക്കിയിട്ടില്ലായിരുന്നു. 2-3 ദിവസം ഇടവേള വന്നപ്പോൾ അതിന്മേൽ കയറി പറ്റിയ ജീവിയാണിത്. ഈ ജീവി നിങ്ങളുടെ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി. നമ്മുടെ കൃഷിയോ നോട്ടം കുറയുമ്പോഴാണ് ഇവകളൊക്കെ വന്നിട്ട് നമ്മുടെ കൃഷിയെ നശിപ്പിക്കുന്നത്. കണ്ടില്ലേ? ഈ കറിവേപ്പില നന്നായി വരുമ്പോഴേക്കും അതുമേൽ ഇതുപോലെ, ഇതിനെന്നാ പേര് ഒച്ചുന്നോ പുഷുന്നോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഒരു കറുത്തിട്ടുള്ള ഒരു ഒച്ചിൻ്റെ രൂപത്തിലുള്ള ഒരു സാധനമാണ്. ഞാനത് കയറിയത് അത് കുടുംബത്തോടെ വന്നിട്ടുണ്ട് കേട്ടോ. അച്ഛനും അമ്മയും മക്കളും മരുമക്കളും മക്കളൊക്കെ ഉണ്ട്. കാരണം എല്ലാവരും കൂടി ഓരോരുത്തരായിട്ട് കയറി നിന്നിട്ടുണ്ട്. ഞാനതൊക്കെ വെട്ടിയെടുത്ത് അതിന്മേൽ ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ചട്ടിയുടെ സൈഡിലും ഞാനിതുപോലെ ഉപ്പ് വിതറി കൊടുത്തു. കണ്ടില്ലേ? ഇവിടെ എല്ലാ ഒച്ചിനെയും കൂടി ഒരുമിച്ച് വെച്ച് അതിൻ്റെ മേലെ ഉപ്പിട്ട് കൊടുത്തു. അതിന് വെറുതെ അങ്ങ് വിട്ടാൽ അത് വീണ്ടും മേഞ്ഞ് എൻ്റെ കറിവേപ്പിലൊക്കെ എന്നെ പണി തരും. അങ്ങനെ ഞാൻ അതിൻ്റെ മുകളിലുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുമേലെ ഈ ഒരു ലിക്വിഡും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലിക്വിഡ് ഒഴിച്ച് കൊടുത്താൽ പിന്നീട് ഒരു ജീവിയും നമ്മുടെ കൃഷി തൊടില്ല കേട്ടോ. തൊട്ടതാ അവർക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ ലിക്വിഡ് ഇപ്പം തന്നെ തയ്യാറാക്കിക്കോ. വീഡിയോയിൽ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന്. കണ്ടില്ലേ? നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒക്കെ ഇല ഒന്നും തിന്നുകയില്ല. പിന്നെ കുറച്ച് നനവും അതുപോലെ കുറച്ച് അയക്ക് നിൽക്കുന്ന സ്ഥലങ്ങളിലുള്ള കൃഷികൾക്കാണ് ഒച്ചിൻ്റെ ശല്യം കൂടുതലായിട്ട് ഉണ്ടാവുക. പിന്നെ നമ്മുടെ കൃഷി നല്ല ആരോഗ്യത്തോടെ നിൽക്കാനും ഒച്ചിൻ്റെ ശല്യം പൂർണ്ണമായും മാറാനും ഞാനിവിടെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് കാണിച്ചു തരാം. ഇത് മുട്ടത്തോടാണ് കേട്ടോ. മുട്ടത്തോട് ഞാനിതുപോലെ ഉണക്കിയിട്ട് ബോക്സിലാക്കി വെക്കും. മുട്ട നമ്മൾ ഉപയോഗിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴൊക്കെ അത് വൃത്തിയാക്കിയിട്ട് നമ്മൾ മഴക്കാലത്താണെങ്കിൽ ഒരു പ്ലേറ്റിൽ ഇതുപോലെ വെച്ചിട്ട് അടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തോട്ടേക്കൊക്കെ വെച്ച് കൊടുത്താൽ അത് ആറിക്കിട്ടും. എന്നിട്ട് ഞാനതെടുത്തിട്ട് ബോക്സിലേക്ക് നിറച്ച് വെക്കും. ബോക്സ് നിറയുമ്പോൾ ഇതുപോലെ പൊടിച്ചെടുക്കും. വീണ്ടും അതേ പ്രോസസ്സ് തുടങ്ങും. ബോക്സിലേക്ക് ഇട്ട് വെക്കും. അങ്ങനെ ഞാൻ മുട്ടത്തോട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതിനെക്കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമ്മുടെ കൃഷിയിലേക്ക്. അതും ഞാൻ കാണിച്ചു തരാം. മുട്ടത്തോട് പൊടിച്ച് കഴിഞ്ഞാൽ നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഓപ്പൺ ചെയ്യാൻ പാടില്ല. അപ്പോൾ വല്ലാത്തൊരു പുകയും മുട്ടത്തോടിൻ്റെ ആ ഒരു മണമൊക്കെ വന്നിട്ട് മൂക്കിലോട്ടങ്ങ് കയറിപ്പോവും. അപ്പോൾ ഞാൻ പതിവ് പോലെ പറയാണ്, നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുമോ? അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലും അറിയിക്കണം. നിങ്ങൾ ഒച്ചു വരുമ്പോഴൊക്കെ എന്തൊക്കെയാണ് നിങ്ങളുടെ കൃഷിക്ക് കൊടുക്കാറ് എന്നും കൂടി കമൻറ്റിൽ പറഞ്ഞാൽ എനിക്കും കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഒപ്പം തന്നെ ലൈക്കും തരണം കേട്ടോ. അപ്പോൾ ഒരു ഹൈപ്പ് എന്നുള്ളൊരു ബട്ടൺ വരും, അതും കൂടി ക്ലിക്ക് ചെയ്ത് തരണേ. അപ്പോൾ എനിക്ക് അത്രയും മുട്ട പൗഡർ കിട്ടിയിട്ടുണ്ട് ആ ഒരു മുട്ടത്തോട് നിന്ന്. ഞാൻ പിന്നീട് എടുക്കുന്നത് കറ്റാർ വാഴയാണ്. കറ്റാർ വാഴ ഒരു 2 എണ്ണം എടുക്കുന്നുണ്ട്. കറ്റാർ വാഴയുടെ ഇല. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കറ്റാർ വാഴ ഇല്ലെങ്കിൽ കറ്റാർ വാഴ നട്ട് പിടിപ്പിച്ചോളി. കറ്റാർ വാഴ കൊണ്ടും നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമ്മുടെ കൃഷിക്ക് മാത്രമല്ല നമുക്കും ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമ്മുടെ സ്കിന്നിനായിക്കോട്ടെ നമ്മുടെ മുടിക്കായിക്കോട്ടെ കറ്റാർ വാഴ ഒരുപാട് യൂസ്ഫുള്ളാണ്. ഞാൻ ആ മുട്ട പൊടിച്ച ആ ഒരു പാത്രത്തിലോട്ടേക്ക് തന്നെയാണ് ഞാൻ ഈ കറ്റാർ വാഴ മുറിച്ചിട്ട് എടുക്കുന്നത്. കറ്റാർ വാഴയൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു തൈ ഉണ്ടെങ്കിൽ അതിന്മേൽ നിന്ന് കുറേ തൈകളായിട്ട് മാറിക്കിട്ടും. പിന്നീട് നമ്മുടെ വീട്ടിൽ കൃഷികൾ നടുമ്പോൾ നമുക്ക് മഴക്കാലത്ത് നമ്മുടെ കൃഷിയെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കും. ഞാൻ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ തളിച്ച് കൊടുത്താൽ നമ്മുടെ തുള്ളനുണ്ടല്ലോ, തുള്ളന് നമ്മുടെ കൃഷിയെ നശിപ്പിക്കുന്ന ആ ഒരു രീതി അങ്ങ് പോയി കിട്ടും. എൻ്റെ വീട്ടിലെ ബാക്ക് വശത്ത് ഉള്ള ആ ഒരു ഭാഗത്തുള്ള ചട്ടീൻ്റെ അടുത്തൊക്കെയാണ് ഒച്ചിൻ്റെ ശല്യം. പിന്നെ കറിവേപ്പിലയിലാണ് കൂടുതലായിട്ട് ഒച്ചിൻ്റെ ശല്യം ഉള്ളത്.
പിന്നെ നിങ്ങൾക്ക് അതുപോലെ തോന്നിയിട്ടുണ്ട്? എനിക്ക് ഒച്ചിൻ്റെ ശല്യം കൂടുതലായിട്ട് തോന്നുന്നത് കറിവേപ്പിലമ്മലാണ്. പിന്നെ ഒരുപാട് നനവൊക്കെ ഉള്ള നമ്മളിതുപോലെ വാഴൻ്റെ ഇലയും അതൊക്കെ പൊതിഞ്ഞ് വെച്ച ചെടികളുണ്ടാവുമല്ലോ, വേരിൻ്റെ അവിടെ നമ്മൾ കരിയിലൊക്കെ ഇട്ട് വെച്ചത്, അതിനൊക്കെ ഈർപ്പം കൂടുന്തോറും ഒച്ചിൻ്റെ ശല്യം കൂടും. അപ്പോൾ നമ്മൾ ഇതുപോലെ ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുത്തില്ലെങ്കിൽ അത് പതിയെ അയഞ്ഞ് വന്നിട്ടാണെങ്കിലും നമ്മുടെ പച്ചക്കറികളൊക്കെ അവകൾ കഴിച്ച് ഉഷാറായിക്കോളും. നമ്മൾ കഷ്ടപ്പെട്ട് നട്ട് വളർത്തിയിട്ട് അവൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത് വല്ലാത്തൊരു വിഷമമാണ്. അപ്പോൾ ഇന്ന് എനിക്ക് നല്ലൊരു പണി കിട്ടി. ഞാൻ വീഡിയോ എടുക്കാൻ ഇറങ്ങിയതായിരുന്നു. നിങ്ങൾക്കും കാണിച്ചു തരാം. എൻ്റെ കൃഷികൾക്ക് തളിച്ചും കൊടുക്കാം. ബാക്കിയുള്ള ആ ഒരു ലിക്വിഡ് ഞാൻ ഈ ബോട്ടിലാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ എല്ലാം കൂടി സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്യാനാണ് പോയത്. പതിവ് പോലെ സ്പ്രേ ബോട്ടിൽ എന്തോ പറ്റിക്കണ്, പിന്നെ സ്പ്രേ ബോട്ടിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനത് ഹാൻഡ് വാഷിൻ്റെ ലിക്വിഡ് ബോട്ടിലോട്ടേക്ക് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഞാനങ്ങനെ എല്ലാ എൻ്റെ കൃഷികൾക്കും തളിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പൊടിച്ച ആ ഒരു മുട്ട പൗഡറില്ലേ, നമ്മുടെ കൃഷികളുടെ ആ ഒരു ചുറ്റും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ പിന്നെ മഴക്കാലത്ത് ഇടുന്നത് കൊണ്ട് ഇതുപോലെ മുകളിൽ ഇട്ട് കൊടുത്താലും മതി. പിന്നെ വേനൽക്കാലത്താകുമ്പോൾ അത് മണ്ണൊന്നിങ്ങനെ കിളിർത്ത് അതിൻ്റെ ഉള്ളിലാക്കി കൊടുത്താലും മതി. ഇപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്താൽ ഈ ഒച്ചുകൾ എഴഞ്ഞ് വരുമല്ലോ, ഒച്ചുകൾ എഴഞ്ഞ് വരുമ്പോൾ അതിൻ്റെ മുകളിൽ ഈ ഒരു മുട്ട പൗഡറൊക്കെ പറ്റി പിടിച്ചിട്ട് അതിന് പിന്നെ ഇഴഞ്ഞു പോവാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് ഈ ഒരു മുട്ട പൗഡർ എല്ലാ ചട്ടിയിലും ഇട്ട് കൊടുക്കുക. ഇതിനെ കൊണ്ട് രണ്ടുണ്ട് ഉപയോഗം. ഒച്ചുകളെ ഇഴുന്ന സ്പീഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത് ചിലപ്പോൾ ഇതിൽ കിടന്നങ്ങ് ചത്തും പോകാനും ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഉപ്പും കൂടി വിതറി കൊടുക്കണം കേട്ടോ. ഉപ്പ് വിതറുമ്പോൾ നമ്മൾ കൃഷിയുടെ ആ വേരിന് അടുപ്പിച്ച് വിതറരുത്, കുറച്ച് അകലെയായിട്ട് വട്ടത്തിൽ വിതറി കൊടുക്കുക. പിന്നെ ഈ മുട്ട പൗഡർ എല്ലാവരുടെയും ഇട്ട് കൊടുത്താൽ ഒച്ച കഴിഞ്ഞ് വരുമ്പോൾ അതുമേൽ പറ്റിപ്പിടിച്ചോളും. അപ്പോൾ ഞാൻ ആ ലിക്വിഡ് ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽ ഫില്ല് ചെയ്തിട്ട് എനിക്ക് പറ്റുന്നത് പോലെ എല്ലാ മുളകിൻ്റെ ലീഫിലും ഞാൻ അടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് 2-3 പച്ചമുളകും പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് പറിച്ചെടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, പച്ചമുളക് നമുക്ക് ഇടയ്ക്കിടെ ഇതുപോലെ തൈ ഉണ്ടെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാൻ കഴിയും. ഇന്ന് ഞാൻ പറിച്ചെടുത്ത പച്ചമുളക് ഒരു 2-3 ദിവസത്തേക്കുള്ളത് ഉണ്ട്. അപ്പോൾ നമുക്ക് മാറ്റം മുളക് മൂത്ത് വരും. അപ്പോൾ ഇതുപോലെ ഒരുപാട് തൈ ഉണ്ടെങ്കിൽ നമുക്ക് പച്ചമുളകൊന്നും വാങ്ങേണ്ട ഒരു ആവശ്യം വരില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് ഒരുപാട് പൈസയും ലാഭിക്കാൻ പറ്റും. കണ്ടില്ലേ, ഒരു തൈമെന്ന് ഞാനിപ്പോൾ പറിച്ച പച്ചമുളകാണ്. മാഷാ അല്ലാ. അപ്പോൾ ഇനിയും പറിക്കാനാവട്ടെ. ഈ ഒരു പച്ചമുളക് കണ്ടില്ലേ, നീണ്ട് നിൽക്കണത്. ഇത് നല്ലൊരു ഉഷാറ് തോന്നിയിട്ട് അതിനെ ഞാൻ പറിക്കുന്നില്ല. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അത് വിത്തിന് വേണ്ടിയിട്ട് അവിടെ വെച്ചതാണ്. അപ്പോൾ ഞാൻ ബാക്കി പിന്നെ ഒത്തം മൂത്തതൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് പറിക്കാനുണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചായിട്ട് ഒരു 2-3 ദിവസത്തെ പറിക്കും. എന്നിട്ട് പിന്നെ അടുത്തത് പിന്നെ അത് തീരുമ്പോൾ പറിക്കും. ആവശ്യം വരുമ്പോൾ പറിച്ചാൽ മതിയല്ലോ, നമ്മുടെ മുറ്റത്ത് തന്നെയല്ലേ ഉള്ളത്. അപ്പോൾ ഇതുപോലെ തൈകളൊന്നും നട്ട് വളർത്താത്തവർ ഇനിയും വൈകിക്കണ്ട. പച്ചമുളകിൻ്റെ കൃഷിയൊക്കെ നട്ട് വളർത്തുക. വിത്തൊക്കെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന മുളകെടുത്തിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. നമ്മുടെ വീട്ടിൽ ഇതുപോലെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സന്തോഷമായിരിക്കും. ഇതിൻ്റെ അടുത്ത് പോയിട്ട് അതുമേലൊരു കായൊക്കെ ഉണ്ടായിട്ട് പറിക്കുമ്പോൾ മനസ്സിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ കൃഷിയിൽ ഓരോ കായും പിടിച്ച് വരുമ്പോൾ നമുക്കതിനെ കെയർ ചെയ്യുമ്പോൾ അത്രയും സന്തോഷമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാൻ പറിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം.